വെൽക്കം ടു ഫ്രീ ടോക്ക് ബോക്സ്. എൻ്റെ ലുക്ക് ഒന്ന് മൊത്തത്തിൽ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അയൺമാൻ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ തരത്തിലുള്ള ഒരു സംഭവം ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും. ആ തരത്തിലുള്ള ഹെൽമെറ്റ് നമുക്ക് വേണ്ടിയിട്ട് USA ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം F-35 എന്ന് പറയുന്ന ഫൈറ്റ് ജെറ്റിന്റെ ഹെൽമെറ്റിനെ കുറിച്ചിട്ട് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ആ ഹെൽമെറ്റിനെ കുറിച്ചിട്ടാണ്. കാരണം പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അയൺമാൻ്റെ അകത്തുള്ള നായകൻ യൂസ് ചെയ്യുന്ന കൊണ്ടൊരു സിസ്റ്റം, ഒരു ഹെൽമെറ്റ് സിസ്റ്റമാണ് അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. ഏകദേശം $4 ലക്ഷം ഈ ഹെൽമെറ്റിന്റെ വില എന്ന് പറയുന്നത്. അതേപോലെ തന്നെ F-35 എന്ന് പറയുന്ന ഫൈറ്റ് ജെറ്റിനെ കുറിച്ച് എനിക്കറിയാം. 5th ജെൻ ഫൈറ്റ് ജെറ്റ് ആണ് F-35 എന്ന് പറയുന്ന ഫൈറ്റ് ജെറ്റ്. F-35 ഫൈറ്റ് ജെറ്റിന്റെ എന്ന് പറയുന്നത് $80 മില്യൺ ആണ് ഈ ഫൈറ്റ് ജെറ്റിന്റെ വില എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഫൈറ്റ് ജെറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലാൻഡിങ്ങും അതുപോലെ ടേക്ക് ഓഫും ചെയ്യാൻ പറ്റും. അതിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോക്കകത്തൊക്കെ, അതിന്റെ ടർബൈൻ ഇല്ല, അതിന്റെ എഞ്ചിൻ ഭാഗം താഴത്തേക്ക് താഴ്ന്നിട്ട് ഇങ്ങനെ പൊങ്ങും ഇങ്ങനെ താഴുകയും ചെയ്യും. അത്തരത്തിലുള്ള ടെക്നോളജി, അതായത് മെയിൻ ആയിട്ടുള്ള ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടലിലൊക്കെ പോകുമ്പോൾ ടേക്ക് ഓഫ് ലാൻഡിങ് ഒന്നും ചെയ്യാനായിട്ട് അതിന് സ്ഥലം ഒത്തിരി ഒന്നും വേണ്ട. നിന്ന് നെയ്പ്പിന് പൊങ്ങി ഒറ്റ പോക്കുമോ. ഏകദേശം 1930 കിലോമീറ്റർ സ്പീഡിൽ ഈ സാധനത്തിന് ട്രാവൽ ചെയ്യാൻ പറ്റും. വെടിച്ചില് പോകുന്ന ഫൂ എന്ന് പറഞ്ഞിട്ട് പോകുന്ന സാധനമാണ് F-35 എന്ന ഫ്ലൈറ്റ് ജെറ്റ്. ഈ ഫ്ലൈറ്റ് ജെറ്റിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു ഹെൽമെറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അഡ്വഞ്ചർ റിയാലിറ്റി ഷോ വെച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള സാങ്കേതിക വിദ്യകളും അടങ്ങിയിരിക്കുന്ന ഒരു ഹെൽമെറ്റാണ്. F-35 എന്ന് പറയുന്ന രണ്ട് പേരിൽ അറിയപ്പെടുന്നത്. F-35 ഫ്ലൈറ്റ് ജെറ്റ് എന്നും അതുപോലെ F-35 ലൈറ്റ്നിങ് 2 എന്നും ഇങ്ങനെയാണ് ഇതിന്റെ പേര് അറിയപ്പെടുന്നത്. 5th ജെൻ ഫ്ലൈറ്റ് ജെറ്റ് ആണ് ഇത്. ലൂക്ദൻ മാർട്ടിൻ ആണ് ഇതിനെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം US ആണ് ഇതിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ എയർ ടു സർഫസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള സിസ്റ്റമാണ് ഇതിനകത്ത് ബിൽഡ് ചെയ്യുന്നത്. എയർ ടു സർഫസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എയർ ടു എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറന്നുകൊണ്ട് ഓപ്പോസിറ്റ് പറന്നു വരുന്ന സാധനങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. എയർ ടു സർഫസ് എന്ന് വെച്ചാൽ പറന്ന് നിന്നുകൊണ്ട് താഴെ ഗ്രൗണ്ടിലുള്ള സാധനത്തെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസ് ചാനലിനകത്തും ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞു കേട്ട് എയർ ടു സർഫസ് പറഞ്ഞു കേട്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഡിസംബർ 15 2026 ഇതിന്റെ ഫസ്റ്റ് ഫ്ലൈയിങ് നടത്തുന്നത്. അതേപോലെ തന്നെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 1930 km/h ആണ് ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആവറേജ് റേഞ്ച് എന്ന് പറയുന്നത് 1000 കിലോമീറ്റർ ആണ്. F-135 ആഫ്റ്റർ ബേണിംഗ് ടർബൈൻ ഫാൻ ആണ് ഇതിൻ്റെ അകത്ത് എഞ്ചിനായിട്ട് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. മിന്നുന്ന സാധനം. നമുക്കറിയാം ഇത് കുറേ കൺട്രീസിൽ ഈ സാധനം മേടിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യക്കൊക്കെ വേണോ വേണ്ടയോ മേടിക്കണോ എന്നൊക്കെ ഉള്ളത് അതിനെ കുറിച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ അടുത്തിടയ്ക്ക് F-35 നമ്മുടെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. മെയിനായിട്ട് യൂസ് ചെയ്യുന്ന USA, അതേപോലെ UK, ഇറ്റലി, ജപ്പാൻ, ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ അങ്ങനെ പറയുന്ന എല്ലാ രാജ്യങ്ങളിലും ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട്. F-35 3 വേരിയന്റ് ഉണ്ട്. F-35A എന്ന് പറയുന്നുണ്ട്, വെർട്ടിക്കൽ ലാൻഡിങ്ങും ടേക്ക് ഓഫും അല്ലാതെ നമ്മളിങ്ങനെ നോർമലി പോയി ടേക്ക് ഓഫും ലാൻഡിങ്ങും ചെയ്യുന്നേക്കൂട്ടെ. പിന്നെ വരുന്ന F-35B എന്ന് പറയുന്ന സാധനമുണ്ട്. F-35B എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന മോഡൽ. അത് പൊങ്ങും താഴും ചെയ്യുന്ന പോലെയാണ് ഇതിന്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫ് ഒക്കെ വരുന്നത്. അതേപോലെ തന്നെ F-35C എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സാധനമുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ പോലെ വലിയ ലോഡുകളും അതേപോലെ വലിയ മിലിറ്ററി സാധനങ്ങളൊക്കെ കൊണ്ടാൻ പറ്റുന്ന ഒരു വലിയൊരു ഹ്യൂജ് സാധനം. അതേപോലെ തന്നെ ഒരുപാട് സെൻസറുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് ഈ ഫൈറ്റ് ജെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫൈറ്റ് ജെറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഹെൽമെറ്റ് ആണ്. ഇപ്പോൾ ഉള്ളത് വെച്ചിട്ടുള്ള രീതിയിലുള്ള എല്ലാ ടെക്നോളജിയും അടങ്ങിയിരിക്കുന്ന ഒരു ഹെൽമെറ്റ് ആണ് ഇതിനുള്ളത്. ഈ ജെറ്റ് ഏകദേശം 900ഓളം ജെറ്റുകൾ ഇതുവരെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 17 കൺട്രീസിൽ ഈ സാധനം ഇന്ന് അവൈലബിൾ ആണ്. അത് മേടിച്ചിട്ടുണ്ട്, അവർ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. യൂസ് ചെയ്യുന്ന ഹെൽമെറ്റിന്റെ പ്രത്യേകത പറഞ്ഞാൽ $4 ലക്ഷം ആണ് ഈ ഹെൽമെറ്റിന്റെ ഒരു ഹെൽമെറ്റിന്റെ വില എന്ന് പറയുന്നത്. ഈ ഹെൽമെറ്റിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ജെൻ 3 മോഡൽ ഹെൽമെറ്റ് ആണിത്. ഹെൽമെറ്റിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 2.2 കിലോഗ്രാം ആണ്. അതേപോലെ ഇതിന്റെ കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടുള്ള ഹെൽമെറ്റ് ആണ്. പൈലറ്റിന്റെ തലയ്ക്ക് സൈസിനനുസരിച്ചാണ് ഈ ഹെൽമെറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള മൊഡ്യൂളൊക്കെ വെച്ച് ആ തരത്തിലുള്ള മോൾഡിംഗ് ഒക്കെ വെച്ചിട്ട് ഹെൽമെറ്റ് കറക്റ്റ് പൈലറ്റിന്റെ സൈസിനായിട്ടാണ് ഈ സാധനത്തിന്റെ ഹെൽമെറ്റുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 360 ഡിഗ്രി വിഷൻ, അതായത് നമ്മൾ പല ക്യാമറകൾ 6ഓളം ക്യാമറകൾ ഈ നമ്മുടെ ഫൈറ്റ് ജെറ്റിന്റെ അകത്തുണ്ട്. ഈ 6ഓളം ക്യാമറകളും സെൻസറുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് 360 ഡിഗ്രി വിഷൻ നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഹെൽമെറ്റിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഡിസ്പ്ലേ പറഞ്ഞല്ലോ, ഈ ഹെൽമെറ്റ് വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മുടെ ഫൈറ്റ് ജെറ്റിന്റെ അല്ലെ വിമാനത്തിന്റെ ഒക്കെ ഫ്രണ്ടിലുള്ള മറ്റു സ്വിച്ചുകളും കാര്യങ്ങളും മീറ്ററുകളും സംഭവങ്ങളില്ലേ, അതെല്ലാം അവർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഹെൽമെറ്റിന്റെ ഉള്ളിലേക്ക് ഈ സാധനങ്ങളെല്ലാം അങ്ങോട്ട് കുത്തിക്കയറ്റി വെച്ചേക്കുവാണ്. 360 ഡിഗ്രി വ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഹെൽമെറ്റിൽ പുറവും ചുറ്റും എല്ലാം കാണാൻ പറ്റും ഈ ഹെൽമെറ്റിന്റെ ഉള്ളിൽ ഡിസ്പ്ലേയിലൂടെ. അതേപോലെ തന്നെ വെപ്പൺസ് ലോക്ക് ചെയ്യാനും, അതായത് നമ്മുടെ കണ്ണിന്റെ മൂവ്മെന്റിനെ സെൻസർ ചെയ്തിട്ട് കണ്ണിന് മൂവ്മെന്റ് അങ്ങോട്ടേക്കാണെങ്കിൽ ആ ലൊക്കേഷൻ ലോക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഫയർ ചെയ്യാനും എയിം ചെയ്യാനും കഴിയുന്ന സിസ്റ്റമാണ് ഈ ഹെൽമെറ്റിനകത്തുള്ളത്.
ഭയങ്കര ക്വിക്കായിട്ട് നമുക്ക് ഓരോ സാധനമൊക്കെ മിസൈലൊക്കെ വിടാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റമാണ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള നാവിഗേഷൻ സിസ്റ്റങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. നമുക്ക് ഫ്ലൈയിങ് ഡാറ്റ, നാവിഗേഷൻ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. സാറ്റലൈറ്റ് വയർ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ടോപ്പ് നോച്ച് ലെവലിലാണ് ഇതിന്റെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡാറ്റാബേസ് സെന്ററിലേക്കൊക്കെ ടിക് ടിക് എന്ന് പറഞ്ഞ രീതിയിലുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. ഇത് പറയുമ്പോൾ നേവിനെ ഡയറക്റ്റ് ആയിട്ട്, അതായത് കടലിൽ പ്രവർത്തിക്കുന്ന യുദ്ധ കപ്പലുകളെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എയർ ടു എയർ, എയറിൽ നിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും, അതായത് എയറിൽ പോകുന്ന ഫൈറ്റ് ജെറ്റുകളെ എല്ലാത്തിനെയും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡാറ്റാബേസ് സെന്ററുകളില്ലേ, ഓരോരോ പർട്ടിക്കുലറായിട്ട് നമ്മുടെ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഡാറ്റാബേസ് സെന്ററുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വയർലെസ് സിസ്റ്റമാണ് ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. 3D സറൗണ്ടിങ് സൗണ്ട് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എവിടുന്ന് ഒരു ഹെലികോപ്റ്റർ അല്ലെങ്കിൽ എവിടുന്ന് ഒരു മിസൈൽ വരുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഹിയർ ദെയർ, അവിടുന്ന് ഒരു സാധനം വരുന്നുണ്ടെന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുള്ള സൗണ്ട് സിസ്റ്റമാണ് ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിലുള്ള സ്പീക്കർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങനെ വിഷ്വൽ 360 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് 3D സൗണ്ട് സിസ്റ്റം ആണ്. അപ്പം നമുക്ക് അറിയാൻ പറ്റും ഈ സൈഡിൽ കൂടെ മിസൈൽ വരുന്നതിൽ ഈ സൈഡിൽ കൂടെ ഒരു ജെറ്റ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിൽ കൂടെ ആയിരിക്കും ഇതിൻ്റെ സൗണ്ട് അറിയാൻ പറ്റുക. അപ്പം അത്തരത്തിലുള്ള ടെക്നോളജിയാണ് ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹെൽമെറ്റ് ഇത്രയും വിലയും വരാൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഹെൽമെറ്റ് അയൺമാൻ്റെ ഹെൽമെറ്റായി പറയപ്പെടുന്നതിന് കാരണമാകുന്നത്. കാരണം അമ്മാതിരി ഫീച്ചേഴ്സാണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. നൈറ്റ് വിഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ ഇമ്പിൾഡ് ആണ്. നൈറ്റ് വിഷൻ ഉണ്ട്, ആഗ്മെന്റഡ് റിയാലിറ്റി ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ട്, ഹെഡ് ട്രാക്കിംഗ് ആൻഡ് എയിമിംഗ്. ഇത് വണ്ടി വളയ്ക്കാനും തിരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വളച്ചില്ലെങ്കിൽ നമുക്ക് ഹെഡ് ഇങ്ങനെ വെച്ച് വളയ്ക്കാനും തിരിക്കാനും പറ്റും, എയിം ചെയ്യാൻ പറ്റും, ഫയർ ചെയ്യാൻ പറ്റും. വെയിറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ കൊടുത്തേക്കാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓരോ രീതിയിൽ, അതായത് ഇതിൻ്റെ അകത്ത് ഫ്യൂവൽ കപ്പാസിറ്റി എന്ന് പറയുന്നുണ്ട്. ഫ്യൂവൽ കപ്പാസിറ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത് പല രീതിയിൽ, നമുക്ക് 2 രീതിയിലാണ് ഇതിൻ്റെ റേഞ്ച്, ഫ്യൂവൽ കപ്പാസിറ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഡിസ്പ്ലേ ഇവിടെ കൊടുത്തേക്കാം. പറയുന്നത് കുറച്ചുണ്ട്, എന്നാണെങ്കിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? വേണ്ടല്ലേ, ജസ്റ്റ് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്നാണെങ്കിലും ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3 വേരിയന്റും 3 ടൈപ്പിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഫുള്ളി ലോഡഡ് ആയിട്ടുള്ളതിന് മൈലേജ് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. ഫുള്ളി ലോഡഡ് അല്ലാത്തതിന് മൈലേജ് ഇച്ചിരി കൂടുതൽ കിട്ടും. കാരണം അതേ രീതിയിലുള്ള വെയിറ്റ് ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ട്. ആ വെയിറ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കാം. അതുപോലെ തന്നെ F-35A എന്ന് പറയുന്ന സാധനത്തിന് ഓരോ സെക്കൻഡിലും 5 ലിറ്റർ പെട്രോൾ വേണം ഗൈസ്. അത്രേ ഉണ്ട് ഇതിന്റെ മൈലേജ്, അല്ലെ അത്രേ ഉള്ളൂ ഇതിന്റെ മൈലേജ് എന്ന് പറയുന്നത്. ആവറേജ് മൈലേജ് എന്ന് പറയുന്നത്, ആവറേജ് കിലോമീറ്റർ എന്ന് പറയുന്നത് 0.1 ഓർ 0.2 കിലോമീറ്റർ പെർ ലിറ്ററിനാണ് കിട്ടുക. നല്ല രീതിയിൽ ഫ്യൂവൽ എടുക്കുന്നുണ്ടാവും. ഫ്യൂവൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ JP8 ജെറ്റ് ഫ്യൂവൽ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് മിലിറ്ററി ഗ്രേഡ് ഏവിയേഷൻ ഫ്യൂവൽ ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത്. ഇങ്ങനെ കാണിച്ചിട്ട് നമ്മൾ അവിടെ ലോക്ക് ചെയ്യണോ, അവിടെ പൊട്ടിക്കണോ, അങ്ങനെ എന്നുള്ള സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര 1 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഇതിനെ എയിം ചെയ്ത് പൊട്ടിക്കാൻ വിടാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കണ്ടു വെച്ച് ലോക്ക് ചെയ്യാം, ഇതവിടെ പൊട്ടിക്കണം എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ഫയർ ചെയ്ത് സാധനം സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഐ ട്രാക്കിംഗ് വെച്ചിട്ടാണ് ഇതിന്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതിലേക്കാണ് F-35 എന്നുള്ള ജെറ്റിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിയതായിരിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് F-35 എന്ന് പറയുന്ന ജെറ്റിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന, ഓർമ്മയിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് രീതിയിലുള്ള അത് വെച്ചിട്ട് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ നമ്മുടെ വീഡിയോനെ വലിച്ചു നീട്ടി കുളമാക്കുന്നില്ല. എന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാനും അന്വേഷിക്കാനും താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാണെങ്കിലും F-35 എന്ന് പറയുന്ന ഫൈറ്റ് ജെറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. F-35 എന്ന് പറയുന്ന ഫൈറ്റ് ജെറ്റിനേക്കാളും കൂടുതലായിട്ട് അതിനെ അങ്ങ് തീ എത്തിച്ചതെന്ന് പറയുന്ന അതിൻ്റെ ഹെൽമെറ്റാണ്. കാരണം അത്രത്തോളം ഒരു നമുക്കറിയാം, നോർമലി നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈറ്റ് ജെറ്റുകളെല്ലാം എന്ന് പറയുന്നത് നമ്മൾ സിസ്റ്റം വെച്ച് കൺട്രോൾ ചെയ്ത്, നമ്മുടെ ഡിസ്പ്ലേ യൂണിറ്റ് വെച്ച് കൺട്രോൾ ചെയ്ത് അതിൻ്റെ സാധനങ്ങളും വെച്ചിട്ടൊക്കെയാണ് ഫയർ ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതിനൊക്കെ കുറച്ച് സമയം ഡിലേ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് നമുക്ക് ഇതിൻ്റെ ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ട് ഫുള്ളി അട്ടപ്പെട്ടല് വിത്തിൻ സെക്കൻഡ്സുകൾക്കുള്ളിൽ ഇതിൻ്റെ ഫയറിങ്ങും അതേപോലെ ഓട്ടോ കൺട്രോളിങ്ങും അതേപോലെ വിഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹെൽമെറ്റാണ് ഈ ഫൈറ്റിനേക്കാളും കൂടുതൽ അങ്ങ് കയറി കത്തിയത് എന്ന് പറയുന്നത്. അതേപോലെ യുദ്ധമൊന്നും ഒരിക്കലും നടക്കാണ്ടിരിക്കട്ടെ, യുദ്ധം എന്നൊക്കെ പറയുന്നത് വെറും വാക്കുകളായി മാറട്ടെ എന്നുള്ള പ്രത്യാശയും ഞാൻ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോക്കകത്ത് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജിൻസൺ.